ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 2025 എന്ന് പറയുന്ന വർഷം ഏകദേശം അവസാനിക്കുകയാണ്. 2025 നിങ്ങളുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. 2026 നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇതൊരു വളരെ പോസിറ്റീവ് റീഡിംഗ് ആയിരിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം 2026 നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും സമാധാനവും കൊണ്ടുവരുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് മനസ്സമാധാനമായിട്ടിരുന്ന് ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു റീഡിംഗ് നിങ്ങൾക്ക് ലഭിക്കാൻ, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവാനായിട്ട് നിങ്ങളും ഒന്ന് കൂൾ ഡൗൺ ആയിരുന്ന് അതിനുശേഷം ഈ റീഡിംഗ് കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 2026 പോകുന്നതിന് മുമ്പ് 2025 നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു വർഷമായിരുന്നു എന്ന് നമുക്കറിയണമല്ലോ. 2025 നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു വർഷമായിരുന്നു? അപ്പോൾ നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2025 എന്ന വർഷത്തിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, 2025 എന്ന വർഷത്തിലെ നിങ്ങളുടെ എനർജി എന്തായിരുന്നു, 2025 എന്ന വർഷത്തിലെ നിങ്ങളുടെ എനർജി എന്തായിരുന്നു എന്നുള്ളതാണ്. സോ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് കാർഡ്സ് എടുത്തതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. 2025 നിങ്ങളുടെ എനർജി എന്തായിരുന്നു? 2025 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? 2025 നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ, 2025 എന്ന വർഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? രണ്ടായിരത്തി 2025 നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന പാഠങ്ങൾ. ഓക്കെ, 2025 നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്? 2025 നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്? 2025 നിങ്ങൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. 2 കാർഡുണ്ട്. ഓക്കെ, 2025 നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന കാര്യങ്ങൾ, കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 2025 നിങ്ങൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ. നിങ്ങൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ. ഓക്കെ, ഒരു ജംപ്ഡ് ഔട്ട് കാർഡ്സ് കൂടെ ഉണ്ട്. സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. 2025 നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സോ 2025 എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സഡൻ ചേഞ്ച് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സംതിങ്, ഒരു കൊളാപ്സ്ഡ് ആയതുപോലെ, എന്തോ ഒരു തകർന്ന പോലെ ഒരു സ്റ്റേജ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഒരു തകിടം മറിഞ്ഞ ഒരു ഷേക്ക് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു തകിടം മറിഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അതൊരു പണിഷ്മെൻ്റ് ആയിട്ടല്ല, ആ കാര്യത്തിന് അതിൻ്റെ ഫൗണ്ടേഷൻ അത്ര ശരിയല്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ അത്ര ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഈ ഒരു രീതിയിലുണ്ടായ ഒരു മാറ്റം സംഭവിച്ചത്. ഒരു സഡൻ ചേഞ്ച് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ ചില വിശ്വാസങ്ങളായിരിക്കാം, നിങ്ങളുടെ ബന്ധങ്ങളിലായിരിക്കാം, നിങ്ങളുടെ വർക്ക് സിറ്റുവേഷനിലായിരിക്കാം, ഈവൻ നിങ്ങളുടെ ചില ഐഡൻറ്റിറ്റി തന്നെ മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ആളുകൾ അതിന് മുമ്പ് കണ്ടതുപോലെ ആയിരിക്കില്ല 2025 നിങ്ങളെ ആളുകൾ കണ്ടിട്ടുണ്ടാവുക. ചില ആളുകൾ സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. ചില ആളുകളുടെ ലൈഫിൽ അതൊരു മേജർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഷോക്കിന് ശേഷം
ഈ ഒരു പ്രശ്നത്തിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവത്തിന് ശേഷം നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള, നിങ്ങളെ വളരെയധികം സംഘർഷത്തിലാക്കുന്ന, എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു സമയത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ഗ്രോത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻ മൂലമുണ്ടായ ഡ്രാമയിലേക്കല്ല, ഗ്രോത്തിലേക്കാണ് നിങ്ങളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. ആൻഡ് ഇവിടെ നെക്സ്റ്റ് ഒരു 6 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു വിക്ടറിയെ തന്നെയാണ് കാണിക്കുന്നത്. ആക്ച്വലി 2025 നിങ്ങൾക്കൊരു വിക്ടറി ആയിട്ട് തന്നെയാണ്. വിക്ടറി ഇൻ ദ സെൻസ്, നിങ്ങളുടെ മനസ്സിനെങ്കിലും അതൊരു ജയമായിട്ട് തോന്നിയിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു രീതിയിൽ. അല്ലാതെ 2025 നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലോസ് ആയിട്ടുള്ള ഒരു വർഷമല്ല. നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിജയം എത്രത്തോളം വാല്യുബിൾ ആയിട്ട് കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും നിങ്ങളുടെ ഒരു സ്ട്രഗിൾസിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിജയം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വയം പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരമൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് പോലും നിങ്ങൾ അവിടെ വർക്ക് ചെയ്തു, നിങ്ങളവിടെ വിക്ടറി നേടിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അതൊരു വിക്ടറി ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈവൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും എന്താ പറയുക, ആളുകളാൽ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാനസികമായോ അല്ലെങ്കിൽ എക്സ്റ്റേണലായോ, പുറമേയോ, ഇന്റേണലി അല്ലെങ്കിൽ എക്സ്റ്റേണലി, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പഴയ സ്റ്റേറ്റിൻ്റെ ആ ഒരു പ്രതാപത്തിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ മാനസികമായിട്ടുള്ള അവസ്ഥ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. സോ 2025 എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം സർവൈവ് ചെയ്ത ഒരു വർഷമാണ്. നിങ്ങൾ സ്വയം റീബിൽഡ് ചെയ്ത ഒരു വർഷമാണ്. നിങ്ങളെ തന്നെ ഒന്ന് പോളിഷ് ചെയ്തെടുത്ത്, ഞാനിങ്ങനെ പോരാ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായ ഒരു വർഷമാണ് 2025. 2025 നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കിട്ടിയ കാർഡ് 3 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് വോൺസ് ആൻഡ് ദ എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. ഓക്കെ, അതൊരു മേജർ അർക്കാന കാർഡാണ് ദ എംപറർ. ടവറും അതൊരു മേജർ അർക്കാന കാർഡായിരുന്നു. നിങ്ങളുടെ എല്ലാ റീഡിങ്ങിലും അത്യാവശ്യം ഒരു മേജർ അർക്കാന കാർഡ് വന്നിട്ടുണ്ടെന്നാണ് കരുതാൻ. സോ 2025 നിങ്ങളെ ശരിക്കും ഒരു റിയൽ സപ്പോർട്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബേർഡൻ എന്താണ് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2025 നിങ്ങൾ ചില വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആരൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ നിന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കാൻ പറ്റുക. നിങ്ങൾ സ്വയം സന്തോഷിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരാണ്, ആ ഒരു ഗ്രൂപ്പ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണൽ റെസ്പോൺസിബിലിറ്റീസും കൂടിയാവാം, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ എങ്ങനെ വേണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2025 നിങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയൊരു റിയലൈസേഷനാണിത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തലയിലേറ്റ് നടന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങൾ 2025 പഠിച്ച വലിയൊരു പാഠം എന്ന് പറയുന്നത് എംപറർ, അതായത് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ ആയിക്കോട്ടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓവർ ഗിവിങ് അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അധികം ആളുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാർഡ്സ് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. സമയമായിക്കോട്ടെ, പണമായിക്കോട്ടെ, നിങ്ങളുടെ എഫേർട്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ആരോഗ്യമായിക്കോട്ടെ സ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ നിങ്ങൾ 2025 നിങ്ങളുടെ ചില സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങളൊരു ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം.
ഇത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞൊരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. ഇപ്പോൾ 2025 നിങ്ങൾ മനസ്സിലാക്കിയ വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എനിക്ക് എല്ലാവരെയും കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ ഇന്ന വ്യക്തികളെ കാണുള്ളൂ. എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വരുമ്പം ആരൊക്കെ ചിരിക്കും ആരൊക്കെ കരയും എൻ്റെ കൂടെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളവിടെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെസൺ ഇങ്ങനെ കിട്ടിയ ഒരു പാഠം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ അത് അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വർക്ക് ലൈഫിലും നിങ്ങൾ ഈ ഒരു ബൗണ്ടറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം എങ്ങനെ എന്ത് വേണം എന്നുള്ള കാര്യം. 2025 നിങ്ങൾ ചില കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് പോരുന്നുണ്ട്. ചില അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒന്ന്, ഇമോഷണൽ മെച്യൂരിറ്റി. അതായത് ചില സമയത്ത് നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കേണ്ടതുണ്ട്. ചൈൽഡിഷ് ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇമോഷണൽ മെച്യൂർഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ചില കോൺഫ്ലിക്ട്സ് മീൻസ് എന്താ പറയുക, ചില വഴക്കുകൾ, അത് പുറമേ കാണുന്ന വഴക്കുകളാകണമെന്നില്ല. മാനസികമായിട്ടുള്ള ഈഗോ ക്ലാഷസ് ആവാം, വർക്ക് സ്പേസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു മത്സരം. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ തന്നെ ചില വ്യക്തികളോടുള്ളൊരു കോമ്പറ്റീഷൻ, നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം നിങ്ങൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വർഷം 2026 ഇതൊന്നും തന്നെ ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, 2025 തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കും, ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ, നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല. അതായത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2025 അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ട്രഡീഷൻ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ബ്ലൈൻഡ് ആയിട്ട് റൂൾസ്, അതായത് ചില വ്യക്തികൾ പറയുന്നതായിക്കോട്ടെ, നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതല്ല നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള, നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറേ വിശ്വാസങ്ങളും കുറേ കാര്യങ്ങളും റൂൾസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ. സോ മറ്റുള്ള ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ വേണ്ടി നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നേരത്തെ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഒരു ഭാര്യയാണ് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെ ഒരു ഭർത്താവിനെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരുമകനെയാണ്, ഏത് സ്റ്റാറ്റസും ആകും കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളെ മറ്റുള്ള ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് തവണ അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിങ്ങൾ മടുത്തു, നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അതാണ് 2025 നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ആരുടെയും അപ്രൂവൽ വേണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാത്ത ഒരു കാര്യങ്ങളും ആർക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ തയ്യാറല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ഉദ്ദേശ്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, കുറേ ബിലീഫ് സിസ്റ്റംസ് ഉണ്ടല്ലോ നമ്മളുടെ സമൂഹത്തിലുള്ളതാണെങ്കിലും പല ആളുകളിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും കണ്ടിട്ടുള്ളതാണെങ്കിലും ഒക്കെ കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ വിശ്വാസങ്ങൾ, അത് ഇനി ഫോളോ ചെയ്യേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ വിട്ടുകളയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആക്ച്വലി ഗുഡ് ഗേൾ ഗുഡ് ബോയ് എന്ന് പറയുന്ന ടാഗ് ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഞാനായിട്ട് ജീവിച്ചോളാം, എനിക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ 2025 തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് ഇവോൾവ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ താല്പര്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തായിരുന്നു 2025? നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട വന്നിട്ടുണ്ട്. മറ്റൊരാളുടെയും ഹെൽപ്പില്ലാതെ കുറേ പ്രൊട്ടക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കുറേ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആളുകൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ നിങ്ങളെ താഴ്ത്തി കാണുക എന്ന് പറയില്ലേ,
എനിക്ക് കറക്റ്റായിട്ടുള്ള വേർഡ് എനിക്ക് കിട്ടുന്നില്ല. അതായത് നിങ്ങളെ വില കുറച്ച് കാണുക എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്കതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് 2025. ആക്ച്വലി സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം നിങ്ങൾ നേരിട്ടപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളെ വാല്യൂ കുറച്ച് കണ്ടിട്ടുണ്ട്. അനാവശ്യമായി നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ, ആരോട് മിണ്ടുന്നു, ശ്വാസം വിടുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ കുറേ CCTV വ്യക്തികളുണ്ടായിരുന്നു. ആളുകൾ വളരെ ക്യൂരിയസ് ആയിരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആളുകൾ വളരെ ക്യൂരിയസ് ആയിരുന്നു. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളെ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഒരു സപ്പോർട്ട് നിനക്ക് അത്ര രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. ഈ ഒരു ചിന്തകൾ, ഈ ആളുകളുടെ ഇടപെടൽ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തിയ രാത്രികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ഒരു ആങ്സൈറ്റി ലെവലിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ നിങ്ങൾ 2025 ഫേസ് ചെയ്ത സാഹചര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തപ്പോൾ നിങ്ങളൊരു ഡബിൾ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ വിഷമിച്ച് നിന്നൊരു സമയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷമിച്ച് നിന്ന സമയത്ത് ആക്ച്വലി എന്ത് ചൂസ് ചെയ്യണം, നിങ്ങൾ മനസ്സ് പറയുന്നത് കേൾക്കണോ അതോ നിങ്ങളുടെ തലച്ചോറ് പറയുന്നത് കേൾക്കണോ എന്നറിയാൻ വയ്യാതെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. ഫൈനലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളൊരു ഹീലിങ്ങിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലൊരു ക്ലാരിറ്റി വേണം, മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ ലൈഫിൽ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ടെമ്പററി ആണ്, സന്തോഷമാണ് നമ്മൾ റിയലായിട്ട് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സോ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ 2025 ഫേസ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ 2025 അവസാനിക്കുന്നത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ്. വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള തീരുമാനം, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്താണ് നിങ്ങൾ 2025 അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സമാധാനത്തിന് നിങ്ങളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു. സോ 2025 എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബാഡ് ഇയർ ആയിട്ട് നിങ്ങൾ കാണല്ല. എല്ലാ വർഷങ്ങളും നമുക്ക് സന്തോഷം മാത്രം തരാനുള്ള ഒരു വർഷമല്ല, ചില പാഠങ്ങൾ കൂടി പഠിക്കാൻ, അല്ലേ, ചില ട്രാൻസ്ഫോർമേഷൻസ് നമ്മളിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു വർഷമായിരിക്കും. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇയർ ആണ് 2025 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2026, നിങ്ങൾ 2026 എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എന്താണ് 2026 നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത്? 2026 നിങ്ങളുടെ ഓവറോൾ എനർജി എന്തായിരിക്കും? 2026 നിങ്ങളെ സറൗണ്ട് ചെയ്യുന്ന ഒരു മെയിൻ എനർജി എന്തായിരിക്കും? ഓവറോൾ എനർജി ഓഫ് 2026. ഫോർ മൈ ഓഡിയൻസ്, വാട്ട് ഈസ് ദ മെയിൻ എനർജി സറൗണ്ടിങ് ഇൻ യുവർ ലൈഫ് ഇൻ 2026? മെയിൻ എനർജി, നിങ്ങളുടെ മെയിൻ എനർജി എന്തായിരിക്കും? എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2026 നിങ്ങളുടെ മെയിൻ എനർജി എന്താണ്? 2026 നിങ്ങളുടെ മെയിൻ എനർജി എന്താണ്? 6 ഓഫ് കപ്സ്, ഇമോഷണൽ ഹോപ്പൊക്കെ എന്താണ്? ഇമോഷൻ വൈസ് എന്താണ് നിങ്ങൾ 2026? ഓക്കെ, സോ 2026 നിങ്ങളുടെ മെയിൻ എനർജി എന്താണ്? 2026 നിങ്ങളുടെ മെയിൻ എനർജി എന്താണ്? ഗുഡ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള 3 കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 2026 നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്താണ്? 2026 നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്താണ്? 2026 നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്, ഓപ്പർച്യൂണിറ്റീസ്, എന്ത് ചേഞ്ചസ് ആണ് 2026 നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? 2026 നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾ 2026 ലവ് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പേഴ്സണൽ ഹാപ്പിനെസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. സോ 2026 നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്താണ്? 2026 നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്.
Okay. Knight of Wands and Queen of Pentacles. സോ 2026 നിങ്ങളുടെ മെസ്സേജ്, 2026 നിങ്ങളുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 2026 നിങ്ങളുടെ മെസ്സേജ്. ഓക്കെ, സോ ടോട്ടലി ഒരു പോസിറ്റീവ് റീഡിംഗ് തന്നെയായിരിക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഒന്ന് നോക്കാം. 2026 എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന ഒരു വർഷമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു കാർഡ് റീഡിംഗ് തുടങ്ങുന്നത് തന്നെ ഒരു 6 ഓഫ് കപ്സിലാണ്. അതായത് നിങ്ങളൊരു സ്ട്രോങ് ഇമോഷണൽ റിട്ടേണിലേക്ക് തയ്യാറാകുന്നൊരു സമയമായിരിക്കും 2026. അതായത് നിങ്ങളെ സ്വയം കണ്ടെത്തുക എന്ന് പറയും. നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡിന് എന്തെങ്കിലും ഹീലിംഗ് ആവശ്യമാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വോൺസ്, എന്തെങ്കിലും പ്രയാസങ്ങൾ, അതൊക്കെ നിങ്ങളൊന്ന് ഹീൽ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമായിരിക്കും. ചില റീകണക്ഷൻസ് പോസിബിൾ ആണ്. നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് അകന്നു പോയിട്ടുള്ള എന്തെങ്കിലും അകാരണമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ടോ അകന്നു പോയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു റീകണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സ്, നിങ്ങളുടെ പണ്ടത്തെ ചെറുപ്പത്തിലെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെയുള്ളൊരു റീകണക്ഷൻ വളരെയധികം പോസിബിലിറ്റി ഉള്ളൊരു സമയമായിരിക്കും. നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ഇമോഷണലി സോഫ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പഴയ എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ നിങ്ങൾ പൊടി തട്ടിയെടുക്കുന്ന ഒരു സമയമായിരിക്കും 2026. ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ആ ഒരു വ്യക്തികളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പഴയ കോളേജ് കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പ്ലേസിൽ നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. ആ ഒരു സ്ഥലത്തേക്കൊക്കെയുള്ളൊരു യാത്രയ്ക്ക് 2026 നിങ്ങൾക്ക് ഹോപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ യങ്ങർ സെൽഫ്, അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിയെ നിങ്ങൾ കൂടുതൽ പരിപാലിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ആ കുട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. 2026 നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 2025 ചില തീരുമാനങ്ങൾ കാരണം നിങ്ങൾക്ക് 2026 ആ ഒരു കോൺഫിഡൻസ് തിരിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് വർഷങ്ങളത്തെ സെൽഫ് ഡൗട്ടിന് ശേഷം, അതായത് സ്വയം വിശ്വാസമില്ലാതെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയാതെ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ലീഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടോ എന്നൊരു സെൽഫ് ഡൗട്ട് തോന്നിയിരുന്നൊരു സമയങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷത്തെ ഇമോഷണൽ ഹെവിനെസ്സിന് ശേഷം മാനസികമായിട്ടുണ്ടായിട്ടുള്ള ഭാരങ്ങൾ, അല്ലെ, ഒരു ഹൃദയം തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ശേഷം 2026 നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ തീ, ഒരു ഇന്നർ ഫയർ നമ്മൾ പറയില്ലേ, അത് നിങ്ങളുടെ ആ ഒരു കരിസ്മ, നിങ്ങൾ ആളുകൾക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, നിങ്ങളുടെ സെൽഫ് ബിലീഫ് എന്ന് പറയും. അതായത് എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു വിശ്വാസം, അല്ലേ, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൈമോശം വന്നു പോയതാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട്, വ്യക്തികൾ കൊണ്ടൊക്കെ. പക്ഷേ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അതേ സെൽഫ് ബിലീഫ്, ആ ഒരു വിശ്വാസം, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരികെ കിട്ടാൻ പോകുന്ന വർഷമായിരിക്കും 2026. നിങ്ങളെ ഏറ്റവും ബോൾഡായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നൊരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും. നിങ്ങളുടെ എനർജി വളരെയധികം മാഗ്നറ്റിക് ആവാൻ പോകുന്ന വർഷമാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റ് നിങ്ങളുടെ എന്തെങ്കിലും കാര്യം സ്റ്റോപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ എനർജി മാറാൻ പോകുന്നൊരു വർഷമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നൊരു കാർഡാണിത്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ചാരിയറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിക്ടറിയിലേക്ക് തന്നെയാണെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസിലേക്ക് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു പുറകിൽ നിന്നൊരു പുഷിങ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഇനിയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫോക്കസ് കിട്ടും. നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് ഫോക്കസ് കിട്ടുന്നൊരു സമയമായിരിക്കും. ഈവൻ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ, തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നെന്നിരിക്കും. പക്ഷെ അവിടെ നിൽക്കരുത്. നിങ്ങളുടെ മനഃശക്തി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ നിങ്ങൾ ഇമോഷണലി ഹീൽ ആവാൻ റെഡി ആവുന്നുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു എന്താ പറയുക തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു 3 കാർഡുകൾ പറയും നിങ്ങളുടെ സക്സസ് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇമോഷണൽ ഹീലിംഗ്, അതുപോലെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫർമേഷനൊക്കെയുള്ള ഒരു ഫോർവേഡ് മൊമെൻറ്റുമാണ്. എന്തായാലും മുന്നോട്ട് പോകാനുള്ള ഒരു മൊമെൻറ്റുമാണ് നിങ്ങൾക്ക് 2026 നല്ലതുപോലെ ഉള്ളത് കേട്ടോ. സോ 2026 നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ കാണുമ്പോൾ ഒരു 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇമോഷണലി എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നും. പക്ഷേ ഇതിവിടെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, എന്താ പറയുക, നിങ്ങൾക്കൊരു ആവേശം തരാനുള്ള കാര്യങ്ങളെല്ലാം ഭൂമിയിൽ കണ്ടെത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് ബോറടിച്ചെന്നിരിക്കും, ചില സമയത്ത് നിങ്ങൾ ടയേർഡായെന്നിരിക്കും, ഇമോഷണലി നിങ്ങൾക്ക് ഇച്ചിരി ഒരു പ്രശ്നങ്ങൾ വന്നെന്നിരിക്കും. ഓക്കെ, ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മുന്നോട്ട് പോവുക, ഈ എനർജിയിൽ പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മുന്നോട്ട് നിങ്ങളെ പുഷ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ചില ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾക്ക് വന്നെന്നിരിക്കും, ഈ ഇമോഷണലി ഉള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നെന്നിരിക്കും. അത് നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ പുഷ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. 2026 നിങ്ങൾ ഇൻറ്റ്യൂഷൻ്റെ വർഷമാണെന്ന് തന്നെ പറയണം. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു വർഷമാണ് 2026. നിങ്ങൾക്ക് ഈവൻ ചില ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ, ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരിക്കും. ചില ആളുകൾ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്നർ തോട്ട്സിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ ചില പ്ലാനുകൾ, നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്ലാനുകൾ നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുക. എല്ലാവരോടും പറയേണ്ടതല്ല, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു വർഷമാണ് 2026. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങൾക്ക് എല്ലാം നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന ആളുകളാകണമെന്നില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സൈലൻസ് ആണ് നിങ്ങളുടെ പവർ. നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയണം, വിളിച്ച് പറയണം എന്ന് തോന്നുമ്പോഴും അത് പറയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ വിക്ടറിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ചില പ്ലാനുകളായിരിക്കും, ചില ആക്ഷൻസ് നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളായിരിക്കാം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാതെ അത് റിയാലിറ്റി ആയതിനു ശേഷം മാത്രം അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചില സീക്രട്സ് നല്ലതിന് വേണ്ടി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹെർമിറ്റ് ആണ്. ഓക്കെ, നിങ്ങളൊരു ഇന്നർ വിസ്ഡം, അതായത് എന്താ പറയുക, ഉള്ളിൽ നിന്നുള്ളൊരു ജ്ഞാനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ 2 കാർഡ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആത്മപരിശോധന എപ്പോഴും വേണം എന്ന് പറയുന്ന ഒരു കാർഡാണിത്. ഇതൊരു ഐസൊലേഷൻ അല്ല പറയുന്നത്. അതായത് എന്താ പറയുക, ഏകാന്തത ചൂസ് ചെയ്യുക നമ്മൾ പറയില്ലേ, അങ്ങനെ ഒറ്റപ്പെടുക എന്നുള്ളതല്ല, ഏകാന്തത ചൂസ് ചെയ്യുക എന്നുള്ള സെൻസിലാണ് നമ്മളിത് കാണേണ്ടത്. ചുറ്റുപാട് ഒരുപാട് ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിചാരിക്കുക. അപ്പം നമുക്ക് കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മാറി, എവിടെ ഒരു പുൽമേട്ടിലോ എവിടെയെങ്കിലും പോയി ഒരു സമാധാനമായിട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാർഡാണിത്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു സമയവും കൂടി നിങ്ങൾക്കിവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ക്ലാരിറ്റി ആയിരിക്കും. നിങ്ങൾ എന്താണ് ലൈഫിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ആയിരിക്കും. നിങ്ങൾ സ്പിരിച്വലി ഒരു മെച്യൂരിറ്റി കിട്ടാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമയമായിരിക്കും. നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് നിർത്തുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം ചൂസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. 2026 അഡ്വൈസ് എന്താണ്? സോ നിങ്ങളുടെ ആദ്യത്തെ അഡ്വൈസ് കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണെന്നാണ് ഇത് പറയുന്നത് കേട്ടോ. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതിനെ നിങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത്. ചില മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ നിങ്ങൾ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് പല കാര്യങ്ങളും ഉണ്ടാവാം. മാനസികമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അതുപോലെ നിങ്ങളുടെ 2026 നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ, പെട്ടെന്നൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരിക, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് സെൻസിൽ നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു കാർഡ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എല്ലാത്തിനും. അതിലൊരു വിശ്വാസം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുന്നൊരു കാർഡ് കൂടിയാണ്.
ഓക്കെ, അതായത് നിങ്ങൾക്ക് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഈ 2 കാർഡ് മേജർ ആർക്കാന കാർഡ്സ് ആണ്. സോ മജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ മാത്രം ശ്രമിക്കുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കും നോക്കും ഒക്കെ തന്നെ വളരെ പോസിറ്റീവാക്കി വെക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈ 2026 നിങ്ങൾക്ക് ചില സെലിബ്രേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് സമയമായിരിക്കും. നിങ്ങൾക്ക് ചില സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻഡ്സ് ഓൾറെഡി പറയുന്നുണ്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ടെന്ന കാര്യം. അതുപോലെ ഒരു വീട്ടിലേക്കുള്ളൊരു തിരിച്ചുപോക്കൊക്കെ ആയിരിക്കും. ചില എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ആളുകൾ നിങ്ങളുടെ ഹോം, നിങ്ങൾ വീട്ടിലെ ആളുകൾ എല്ലാവരും കൂടി പങ്കെടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മാരേജ് പോലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക്, നിങ്ങളുടെ ലവ് ലൈഫിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിലേക്കൊക്കെയുള്ള ഒരു കാര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ഫേസ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബിൽ നിൽക്കാൻ വേണ്ടി. സോ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ് 2026. അതൊക്കെ നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് 2026 എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പാഷൻ, നിങ്ങൾ ഒരിക്കലും മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ് 2026 എന്ന് പറയുന്നത്. കുതിച്ചു പായുന്ന ഒരു കുതിരയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പാഷനൊക്കെ നിങ്ങൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയം കൂടിയായിരിക്കും ഇത്. സോ 2026 എന്ന് പറയുന്നത് നമുക്ക് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡ് കൂടി വന്നിട്ടുണ്ട്. സോ ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അബൻഡൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി, ഒരു സെക്യൂർ ആയിട്ടുള്ള ലൈഫൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സമയം കൂടിയാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. സോ അതിനുള്ള ചാൻസസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സെൽഫ് കെയറിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഏത് സമയത്താണെങ്കിലും നിങ്ങൾ വളരെയധികം ശാന്തരായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ഫൈനാൻഷ്യലി ആണെങ്കിലും ശരി, ഇമോഷണലി ആണെങ്കിലും ശരി, ഇനി നിങ്ങളുടെ ശാരീരികമായ അവസ്ഥയുടെ കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ കൂടുതൽ നിങ്ങളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. സോ ഒരു ലോങ് ടൈമിലായിട്ട് ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് വേണം ഇവിടെ കരുതാൻ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കംഫർട്ട് എന്താണോ അത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ശരിയെന്നൊന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ നിങ്ങളിവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് നിങ്ങൾ അതിനെ വിശ്വസിക്കുക. ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യാതെ അതിനെ വിശ്വസിക്കുക. ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഒരു കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ എപ്പോഴും നിൽക്കുക. കാര്യം നിങ്ങളുടെ ചിന്തകളൊക്കെ തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രിയേറ്റീവ് സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ട് ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളെ സ്വയം ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 9 ഓഫ് സോർട്സ് ആണ്. സോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം പണിഷ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. നിങ്ങൾ സ്വയം എന്താ പറയുക, നിങ്ങൾ സ്വയം ഞാനൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയേ വരുള്ളൂ, അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിൻ്റെയും കാരണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം പണിഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദയവ് ഇത് നിർത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്, അതുപോലെ ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളിൽ, പറയാതിരുന്ന കാര്യങ്ങളിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ വേണ്ട കോഴ്സാണോ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആളാണോ വിവാഹം കഴിച്ചത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇങ്ങനെ ആയി പോകാൻ കാര്യം ഞാനാണോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് സ്വയം ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കുക. കാരണം ഇതെല്ലാം സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ആണ്, നിങ്ങൾ സ്വയം വരുത്തി വച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾ ഈ പേടിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മാനസികമായിട്ട് പേടിക്കുന്നതാണ്. അതായത് ശരിക്കും റിയൽ ലൈഫിലുള്ള കാര്യങ്ങളായിരിക്കില്ല, നിങ്ങൾ ആലോചിച്ച് പേടിക്കുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ ഈ വർഷം ഒഴിവാക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു കാർഡ് ജസ്റ്റ് പെയിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നിങ്ങളിതെല്ലാം റിലീസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു കാർഡിലൊരു ആക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുക. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അല്ലേ?
സോ 2026 നിങ്ങളുടെ 2026 വളരെയധികം പവർഫുൾ ആയിട്ടൊരു വർഷമാണ്. നിങ്ങൾ ഇമോഷണലി ഹീലാകാൻ പോവാണ്, നിങ്ങൾ കോൺഫിഡൻസ് നേടാൻ പോവാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പോവാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ വിശ്വസിക്കുക. നിങ്ങൾ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക യൂണിവേഴ്സ് തരുന്നൊരു സമയമുണ്ട്. ഓക്കെ, ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, അതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുക. സോ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ റെസണേറ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുക്കുക. അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. 2026 നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് കാണാം.